കഷ്ടപ്പെട്ട് സമയമെടുത്തായിരിക്കും നമ്മൾ നഖം കട്ടിയിൽ കുറച്ചധികം നീളത്തിൽ വളർത്തിയെടുത്തുകൊണ്ട് വരുന്നത്. വളർത്തിയെടുത്തുകൊണ്ട് വരുമ്പോഴായിരിക്കും അതിൽ സ്പീഡിൽ നമ്മുടെ നഖം പൊട്ടിപ്പോകുന്നത് അല്ലെങ്കിൽ പൊളിഞ്ഞു പോകണം അല്ലേ. അപ്പോൾ ഇതിന് സൊല്യൂഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ വീട്ടിൽ തന്നെ സൊല്യൂഷൻ ഉണ്ട് കേട്ടോ. ഹായ് ഗേൾസ്, നമ്മുടെ ഗേൾസിന് നമ്മുടെ മുഖം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒന്നാണ് അല്ലേ നമ്മുടെ നഖം അല്ലേ, നമ്മുടെ നെയിൽ. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവരെ ഏറ്റവും കൂടുതൽ നമ്മളിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കയ്യിലും കാലിലും നഖങ്ങളൊക്കെ. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരുടെ മെയിൻ പ്രശ്നമാണ് നഖം മുറിഞ്ഞു പോവുക, ഒടിഞ്ഞു പോവുക ഒക്കെ ചെയ്യുന്നത് അല്ലേ. കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ഗേൾസിൽ തന്നെ ഒരു 10-20 വയസ്സ് തൊട്ട് ഇങ്ങോട്ടുള്ളവർക്കാണ് നഖം ഒടിഞ്ഞു പോവുകയൊക്കെ ചെയ്യാറ് കൂടുതൽ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്കവരും പക്ഷേങ്കിൽ കൂടുതലും പ്രഗ്നൻസി കഴിഞ്ഞവർക്ക് നഖം നല്ല പോലെ പൊട്ടിപ്പോവാറും ഒടിഞ്ഞു പോവാറും പൊളിഞ്ഞു പോവാറൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഗേൾസിൻ്റെ കാര്യം പറയാതെ നിവർത്തിയില്ല, ഇപ്പോൾ ഒട്ടുമിക്കവരുടെയും പോവാറ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഒട്ടുമിക്കവരും ഇപ്പം മറ്റേ വെപ്പ് നഖം ഒട്ടിച്ചു വെക്കുന്ന നഖമൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ പേരും യൂസ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ നമുക്ക് നമ്മുടെ നഖം എന്തുകൊണ്ടാണ് ഇങ്ങനെ പോണേന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ നഖം പൊട്ടിപ്പോകാനായിട്ട് പലതരം കാരണങ്ങളുണ്ട് കേട്ടോ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യം ഡെഫിഷ്യൻസിയാണ് കേട്ടോ. നമുക്ക് കാൽസ്യക്കുറവ് ഉണ്ടാകുമ്പോൾ നമ്മുടെ നഖത്തിൻ്റെ കട്ടി കുറയും, പൊട്ടിപ്പോകുക, ഇങ്ങനെ പൊളിഞ്ഞു പോവുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോപ്പിൻ്റെ ഉപയോഗം അമിതമായിട്ട് കൂടുമ്പോൾ, അതായത് നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാത്രം കഴുകുമ്പോൾ അതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നഖം പൊട്ടിപ്പോകാനും പൊളിഞ്ഞു പോകാനും നഖത്തിന് കട്ടി കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ട് നെയിൽ പോളിഷ് റിമൂവർ യൂസ് ചെയ്യുന്നവർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ അല്ലാത്ത കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ നഖത്തിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും കട്ടിയൊക്കെ പോവും. ഈ നഖം കൂടുതലായിട്ട് പൊട്ടിപ്പോകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഖത്തിൻ്റെ ആ ഒരു കട്ടി പോവുകയാണ് കേട്ടോ. നമ്മുടെ പല്ലിൻ്റെ ഇനാമൽ പോലെ തന്നെ നഖത്തിൻ്റെ ആ ഒരു കട്ടി കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ് നഖം നമ്മളിപ്പോൾ ഈ ഒരു പോർഷൻ കൊണ്ട് നമുക്ക് നഖം ഇങ്ങനെ വട്ടം പൊളിഞ്ഞ് ഒടിഞ്ഞൊക്കെ പോകാറുണ്ട് ഒട്ടുമിക്കവരുടെ. ചിലരുടെ കാലിൻ്റെ ഏറ്റവും അറ്റത്തെ നഖവും പിന്നെ നമ്മുടെ കാലിൻ്റെ തള്ളവരലിലെ നഖമാണ് മെയിനായിട്ട് പൊളിഞ്ഞു പോവുകയും പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യുന്നത്. കൈയുടെ പിന്നെ ഏത് നഖവും നമുക്ക് പൊട്ടിപ്പോകാറുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു അവസ്ഥ നമുക്ക് എങ്ങനെ വീട്ടിലിരുന്ന് നമുക്ക് മാറ്റാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതായത് നമ്മുടെ കൈയുടെയും കാലിൻ്റെയൊക്കെ നഖത്തിന് കൂടുതൽ കട്ടി ഉണ്ടാവുന്നത്. കട്ടി കൂടുമ്പോഴത്തേനും നമ്മുടെ നഖത്തിന് കട്ടി വരുമ്പോഴത്തേനും ആ ഒരു ഹാർഡ്നെസ് വരുമ്പോൾ നമുക്ക് നമ്മുടെ നഖം പൊട്ടിപ്പോകത്തില്ല, ഒടിഞ്ഞും പോകത്തില്ല. അപ്പോൾ അത് എങ്ങനെ നമുക്ക് നമ്മുടെ നഖം സംരക്ഷിക്കാം എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള വീഡിയോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. നമ്മുടെ ഡെലിവറി കഴിഞ്ഞ ചേച്ചിമാർ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളുടെ ഒട്ടുമിക്കവരുടെ നഖം മൊത്തം പൊടിഞ്ഞു പോവുക, പൊളിഞ്ഞു പോവുക, മുറിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നത്. ഒട്ടുമിക്കവർക്ക് നഖം ഇല്ലെന്ന് തന്നെ വേണം പറയാനായിട്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പല ഹോർമോൺ പ്രശ്നങ്ങളൊക്കെ കൊണ്ടിട്ട് അങ്ങനെ വരാറുണ്ട് അല്ലേ. അപ്പോൾ എൻ്റെ ചേച്ചി ഒരു കുഞ്ഞാവയുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ആണ് ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും നല്ല നഖം ഉണ്ടായിരുന്നത്. വളരെ നന്നായിട്ട് നീളമുള്ള നെയിൽ പോളിഷൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള നഖമായിരുന്നു കേട്ടോ പുള്ളിക്കാരിയുടെ. പക്ഷേ എങ്കിൽ ചേച്ചി ഡെലിവറിക്ക് കഴിഞ്ഞ് ചേച്ചിക്ക് ഇപ്പോൾ ഒട്ടും നഖം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്കുള്ള നഖം പോലും എൻ്റെ ചേച്ചിക്ക് ഇല്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം ചേച്ചിയുടെ നഖം എപ്പോഴും പൊട്ടി പോവുക. ഇപ്പം ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും നല്ലൊരു നഖമുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെയാണ് കേട്ടോ. എൻ്റെ നഖം എൻ്റെ അനിയത്തിയും ചേച്ചിയൊക്കെ ഭയങ്കരമായിട്ട് കൊതി വിടാറുണ്ട്. കാരണം അത്രയും നല്ല നഖമാണ്. മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ജോലിയും കൂലിക്കൊന്നും ഞാൻ പോകാത്തതുകൊണ്ട് ഞാൻ വീട്ടിലുണ്ട്. എനിക്ക് ഇതുപോലെയുള്ള ബ്യൂട്ടി ടിപ്സ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഓരോന്നോരോന്ന് ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻ്റെ നഖത്തിന് പ്രത്യേകിച്ച് കട്ടി കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അത്യാവശ്യം നല്ല കട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ടിയാണ് എൻ്റെ നഖത്തിനൊക്കെ കേട്ടോ ഗൈസ്. അത്യാവശ്യം നല്ല കട്ടിയാണ്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ അങ്ങനെ ഒടിഞ്ഞു പോകാറുമില്ല. പിന്നെ എനിക്ക് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു നഖത്തിനിടയിൽ ഇറിറ്റേഷനൊക്കെ തോന്നുമ്പോൾ ഞാൻ അങ്ങോട്ട് വെട്ടിക്കളയാറാണ് പതിവ്. അപ്പോൾ നമുക്ക് ഇനി നഖം എങ്ങനെ സോഫ്റ്റ് ആക്കി എന്നല്ല കേട്ടോ, അത്യാവശ്യം ഹാർഡായിട്ട് അത്യാവശ്യം നന്നായിട്ടും പൊട്ടിപ്പോകാത്ത രീതിയിൽ നമ്മുടെ മുഖമല്ല നഖം എങ്ങനെ സംരക്ഷിക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമ്മുടെ നഖത്തിന് വേണ്ട രണ്ട് സാധനങ്ങൾ ഇതാണ് കേട്ടോ. ഇത് നിങ്ങൾക്കൊന്നും അറിയാം, എൻ്റെ എണ്ണ ബോട്ടിലാണെന്ന് നിങ്ങൾക്ക് അറിയാം. രണ്ടാമത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാസലിനാണ് കേട്ടോ. വാസലിൻ ഒന്നെങ്കിൽ എണ്ണ അല്ലെങ്കിൽ വാസലിനാണ് കേട്ടോ എടുക്കുന്നത്. ഒന്നെങ്കിൽ എണ്ണയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണ വെച്ചിട്ട് നമ്മുടെ നഖം ഒന്ന് മസാജ് ചെയ്തെടുക്കുക. ഇതിൽ എണ്ണ കുറവാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ച് നമ്മൾ ഇതേപോലെ കുറച്ച് എണ്ണ എടുത്തിട്ട് നമ്മുടെ ഏതാണോ നഖം ആ ഒരു നഖത്തിൽ ഇതേപോലെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ നമ്മൾ കുറച്ച് നേരം നമ്മൾ എല്ലായിടും നഖത്തിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഉള്ളിലെ നഖത്തിനും ചെറുതായിട്ടൊന്ന് ഓയിൽ തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ റൗണ്ടായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ നമ്മൾ എല്ലാ വിരലിലെയും നഖങ്ങൾ ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഡെയിലി ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നോർമലായിട്ട് നമ്മുടെ നഖം പൊട്ടിപ്പോവാണെന്നുണ്ടെങ്കിൽ 1-2 ദിവസമൊക്കെ കൂടുമ്പോൾ ചെയ്താൽ മതി. അതേസമയം നന്നായിട്ട് നഖം പൊട്ടിപ്പോവാണ്, നഖത്തിന് ഒട്ടും കട്ടിയില്ല, ഭയങ്കര സോഫ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള നഖമാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഡെയിലി നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അല്ലാത്ത പക്ഷം നമ്മൾ 1-2 ദിവസമൊക്കെ കൂടുമ്പോൾ നഖം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒന്നെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരുപാട് നഖമൊക്കെ പൊട്ടുകയാണ്, ഭയങ്കര സെൻസിറ്റീവാണ്, നഖത്തിന് ഒട്ടും
തീരെ കട്ടിയില്ല എന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓയിലേക്ക് കുറച്ച് ഓയിൽ എടുത്തിട്ട് നമ്മുടെ കൈവിരലിനുള്ള സാധാരണ അത്രയും ഓയിൽ എടുത്തിട്ട് അതിലേക്ക് ഒരു കുഞ്ഞു തുള്ളി നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ ആ ഒരു ജെല്ല് ഒരു തുള്ളി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ തേക്കുക കേട്ടോ. അത് നമ്മുടെ നഖത്തിന് നല്ല കട്ടി ഉണ്ടാവാനായിട്ട് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടാനും നല്ലതാണ് കേട്ടോ. ഇനി എണ്ണ തേക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഒന്നാണ് കേട്ടോ വാസലിൻ. ഇനി നമുക്ക് വാസലിൻ നമുക്ക് ഡെയിലി നമുക്ക് നമ്മുടെ നെയിൽ മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് വാസലിൻ എടുക്കുക, നമ്മൾ നമ്മുടെ നെയിലിൽ തേച്ച് കൊടുക്കുക. നമ്മൾ ഇപ്പോൾ നമ്മുടെ എല്ലാ നെയിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ എല്ലാ നെയിലും നമുക്ക് വാസലിൻ തേച്ച് കൊടുക്കുക കേട്ടോ. എല്ലാ നെയിലും നമുക്ക് അത്യാവശ്യം വാസലിൻ തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഓരോരോ നെയിലായിട്ട് ഇതേപോലെ വാസലിൻ വെച്ചിട്ട് നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ റൗണ്ടിൽ തന്നെ നമ്മൾ മാക്സിമം മസാജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മൾ നല്ല പോലെ വാസലിൻ വെച്ചിട്ട് മസാജ് ചെയ്യുക. എണ്ണ തേക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളവർ വാസലിൻ ഉപയോഗിച്ചാലും നമുക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ. നമ്മുടെ നെയിലിന് അത്യാവശ്യം നല്ല കട്ടി വരാനും അത്യാവശ്യം നല്ല തീരെ സെൻസിറ്റീവ് ആയിട്ടുള്ളവരുടെ നഖമൊക്കെയാണ് പൊട്ടിപ്പോ ഒടിഞ്ഞു പോകുക ചെയ്യുന്നത്. അപ്പോൾ അവരുടെ നഖത്തിന് കുറച്ച് കട്ടി വരാനും നഖം പൊട്ടിപ്പോവാതിരിക്കാനും നഖത്തിന് നഖം നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ ഈ 2 മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ മുഖത്ത് ഓയിലൊക്കെ തേക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ നഖത്തിലും ഒക്കെ തേക്കാറുണ്ട്, മസാജ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ നഖമൊക്കെ പൊട്ടിപ്പോവാണ്, എന്ത് പണി ചെയ്താലും പൊട്ടിപ്പോവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പണിയും ചെയ്യാം. പക്ഷേങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നഖവും നമ്മുടെ മുഖമൊക്കെ കെയർ ചെയ്യുന്ന പോലെ നഖത്തിന് കുറച്ച് കെയറൊക്കെ കൊടുക്കുക. നഖം നന്നായിട്ട് മസാജ് ചെയ്യുക. ഈ ഒരു പരുവത്തിനാണെങ്കിലൊക്കെ നമുക്ക് ഒന്നിച്ച് ഓരോരോ നഖം എടുത്ത് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ മസാജ് ചെയ്യാം കേട്ടോ. അപ്പോൾ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ നഖത്തിന് നല്ല ആരോഗ്യം വരികയും നഖം പൊട്ടാതിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലും കാണാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.